അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. അപ്പൊ ഇന്ന് ഓണായത് കൊണ്ട് എന്ത് ചെയ്യാ, രാവിലെ തന്നെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് എനിക്ക് കിച്ചണിലേക്ക് കയറണം. ഉച്ചയ്ക്ക് ശേഷം കുറെ പേര് വിരുന്നുകാർ വരാനുണ്ട്. വീടൊക്കെ ഞാൻ ഇന്നലെ തന്നെ തുടച്ച് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നുണ്ട്. പിന്നെ നമുക്ക് രാവിലെ ദേ വിളക്ക് വെക്കാം, എന്തായാലും കുളിച്ചിട്ട് വിളക്ക് വെക്കാന്ന് വിചാരിച്ചിട്ടാണ് വിളക്ക് വെക്കാണ്. അപ്പൊ ദേ ഏട്ടതേ പുറത്തുനിന്ന് എന്തോ വണ്ടിയൊക്കെ കഴുകിയിട്ട് കയറി വരുന്നുട്ടാ. അങ്ങനെ വിളക്കൊക്കെ വെച്ച ശേഷം ഞാൻ കുറച്ചു നേരം അവിടെ നിന്ന് ഇങ്ങനെ ഇന്നലെ രാത്രി പൂക്കളിട്ടതൊക്കെ നോക്കി നിൽക്കായിരുന്നു. ഇന്നലെ കിടന്നപ്പോ തന്നെ സമയം 2 മണിയൊക്കെ ആയിട്ടാ ഞാൻ കയറി കിടന്നത്. പിന്നെ രാവിലെ തന്നെ 6 മണി 5:30 5:45 ഞാൻ എണീക്കുകയും ചെയ്തു. അങ്ങനെ അത് എണീറ്റിട്ട് പിന്നെ എനിക്ക് അടുക്കളയ്ക്ക് കയറാനുണ്ട്. കുറച്ച് വിരുന്നുകാരൊക്കെ വീട്ടിലേക്ക് വരാനുണ്ട്. അപ്പൊ കിച്ചണിലേക്ക് കയറിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി റെഡിയാക്കണം. രാത്രി കുറച്ച് കഷ്ടപ്പെട്ടാലും നേരം വെളുക്കുമ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷാട്ടാ. എന്നാലും എല്ലാ ഓണത്തിനും ഇതുപോലെ തന്നെയാണ്. ഞാൻ രാത്രി കിടക്കുമ്പോൾ നേരം വൈകും. അങ്ങനെ ഞാൻ വേഗം കിച്ചണിലേക്ക് കയറണുണ്ട്. വേഗം ചായ വെക്കണം, ചോറ് വെക്കണം, കറികളൊക്കെ ഉണ്ടാക്കാനുണ്ട്. അങ്ങനത്തെ പച്ചക്കറി അരിയായിട്ട് ഞാൻ ഇരിക്കണത്. ചേന ചെത്തുന്നത് വേറെ ഒന്നുമില്ല കേട്ടോ, നമുക്കൊരു കാള വെക്കാനാണ്. അപ്പൊ തലേദിവസം നേരം വൈകി കിടന്ന കാരണം ഞാൻ അതൊക്കെ തലേദിവസം ഉണ്ടാക്കി വെക്കാറുണ്ട്. പക്ഷെ ഇന്നലെ നേരം വൈകി കിടന്ന കാരണം എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ ഏട്ടൻ വന്നിട്ട് പറഞ്ഞത് കാബേജ് ഏട്ടൻ അരിഞ്ഞു തരാനായിട്ട് ഏട്ടൻ പറയുന്നത്. അപ്പൊ നമുക്കിവിടെ കാബേജ് അരിയുന്ന ഒരു മെഷീൻ ഉണ്ട്, വല്ല പച്ചക്കറി അറിയുന്ന ഒരു മെഷീൻ ഉണ്ട്. നമുക്ക് അതിൽ കാബേജും കൂടെ അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ ഏട്ടൻ അത് ചെയ്ത് തരാനായിട്ട് ഏട്ടൻ പറയുന്നത്. അപ്പൊ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാബേജ് അരിയാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ അപ്പൊ ഏട്ടൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒപ്പം തന്നെ ഞാൻ വേഗം സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഞാൻ വേഗം അരിഞ്ഞു വെച്ചു. പിന്നെ പിന്നെ പയർ മത്തങ്ങയ്ക്കുള്ള മത്തങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാർ കഷ്ണം പിന്നെ അങ്ങനെയൊക്കെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. കുക്കറിൽ വേഗം ഞാൻ സാമ്പാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് വേഗം ഉണ്ടാക്കാണ്. അപ്പൊ ഏട്ടൻ പറഞ്ഞ് തേങ്ങ ചിരകി തരാം, കാളനിലേക്കും അവിയലിലേക്കും കാബേജിലേക്കും തേങ്ങ വേണമല്ലോ. അപ്പൊ ഏട്ടൻ ചിരകി തരാന്നിട്ട് പറയുന്നത്. അപ്പൊ ഏട്ടൻ ചിരകി തരാൻ നിൽക്കാണ്. അപ്പൊ അത് പരിപ്പും കഷ്ണങ്ങളൊക്കെ ഇട്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ട് കുക്കറിൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ അപ്പുറത്ത് തന്നെ പയറും മത്തങ്ങയും ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം സാമ്പാർ ആയിട്ടുണ്ട്. അത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടാ. പിന്നെ വേഗം ഒരു പാൽക്കാപ്പി ഉണ്ടാക്കി ഞാൻ കുടിക്കണം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വന്നു. അപ്പൊ ഒരു പാൽക്കാപ്പി ഉണ്ടാക്കി കുടിക്കണം, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോഴായിട്ട് ഏട്ടൻ പറഞ്ഞത് പുട്ടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പുട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, സാമ്പാർ ഇത് കാച്ചി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കാബേജ് നമുക്ക് തോരൻ വെക്കാട്ടെ പെട്ടെന്ന്. അപ്പൊ അങ്ങനെ കാബേജ് തോരൻ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്, പുട്ടും ഇപ്പുറത്ത് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഏട്ടന് ഞാൻ വേഗം പുട്ടും പഴം കൂടി കൊടുത്തു. ഇപ്പുറത്ത് കാളനിലേക്കുള്ള കൂട്ട് ഞാൻ അരച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ തൊട്ട് ഇപ്പുറത്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പയറും മത്തങ്ങ എരിശ്ശേരി വെക്കാനുള്ളതാണ്. അപ്പൊ അതും മിക്സിയിൽ തേങ്ങയൊക്കെ അരച്ച് ഞാൻ അതും സെറ്റാക്കി എടുക്കുന്നുണ്ട്. വേഗം വേഗം ഈ കറികളൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് അമ്പലത്തേക്ക് പോകണമെങ്കിൽ. അപ്പൊ നമ്മള് പയറും മത്തങ്ങ എരിശ്ശേരിയിലേക്ക് ഞാൻ തേങ്ങ വറുത്തിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അതിനുശേഷം നമുക്ക് കടുക്, വറ്റൽമുളക്, വേപ്പിലൊക്കെ വീണ്ടും വറുത്തിട്ടിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് മോരുകറി കാളലിലേക്കുള്ള വറവ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു പുട്ടിന്റെ കഷ്ണം എടുത്തിട്ട് പഴം കൂട്ടി കഴിച്ചു. ബാക്കിയുള്ള കോഫിയും കൂടി ഒന്ന് കഴിക്കട്ടെ. അങ്ങനെ ഞാൻ പച്ചക്കറി ഒക്കെ എടുത്ത് വെച്ച് തരുന്ന വേറെ ഒന്നിനല്ല, അവിയൽ ഉണ്ടാക്കണം നമുക്കിനി. അപ്പൊ ഏട്ടൻ എനിക്ക് ഉരുളൻകിഴങ്ങ് നന്നാക്കി തരുന്നുണ്ട്. ഉരുളൻകിഴങ്ങ് മസാല ഉണ്ടാക്കാനുണ്ട്, ഒരു ഇറച്ചിക്കറി പോലത്തെ ഒരു ഉരുളൻകിഴങ്ങ് മസാല ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനത്തെ അവിയലിനുള്ള കൂട്ടും ഞാൻ റെഡിയാക്കി വെച്ചിട്ട് അവിയൽ കറിയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഉരുളൻകിഴങ്ങും സവാളും വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തേങ്ങ ചിരകിയിട്ട് അതിലേക്ക് മസാലകളൊക്കെ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് അരച്ച് നമുക്ക് തേങ്ങ ചേർത്ത ഒരു ചിക്കന്റെ ടേസ്റ്റ് പോലത്തെ ഒരു മസാല കറിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പരിപ്പ് പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പാലട ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പരിപ്പ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് വറുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉരുളൻകിഴങ്ങ് വറുത്തരച്ച മസാല കറിക്കുള്ള കൂട്ടും ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അതും സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് തേങ്ങക്കൊത്ത് വറുത്തിട്ടാൽ മതിയായിരിക്കും. അപ്പൊ അങ്ങനെ തേങ്ങക്കൊത്തും കൂടി ഞാൻ വറുത്തിട്ടുണ്ട്. പിന്നെ വേപ്പില ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ഇപ്പുറത്ത് പരിപ്പ് നന്നായി നന്നായി ഉടച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചെടുത്ത് ഞാൻ പരിപ്പ് കുറച്ചെടുത്തിട്ട് ഞാൻ അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പൊ നമുക്കല്ല കൊഴുപ്പ് കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെ പരിപ്പ് പായസം ഉണ്ടാക്കുന്ന ആൾക്കാർ കുറച്ച് പരിപ്പ് എടുത്തിട്ട് പരിപ്പിന്റെ വേവിച്ചത് എടുത്തിട്ട് കുറച്ച് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇത്തിരി കൂടെ നല്ല കൊഴുപ്പും ടേസ്റ്റും കിട്ടും. അങ്ങനെ അത് വെച്ചു. പിന്നെ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങൾ ഞാൻ കുറച്ച് കഴുകാണ്ട് അത് വേഗം വേഗം ഞാൻ കഴുകിയെടുക്കാണ്. അതില്ലെങ്കിൽ അടുത്തടുത്ത പാത്രങ്ങൾ വരുമ്പോൾ കുറേ പാത്രങ്ങളാവട്ടെ. അങ്ങനെ ശർക്കര പാനി കൂടി ഒഴിച്ചിട്ട് ഞാൻ ഒന്നും കൂടി മിക്സ് ആക്കി ഇളക്കി എടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് തിളച്ച് വരണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പരിപ്പും ശർക്കരയും കൂടി നന്നായി സെറ്റ് ആയിട്ട് വരണിട്ട്. അതിനുശേഷം നമുക്ക് ഗുഡ് ലൈഫിന്റെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാല് ചെറുകാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഗുഡ് ലൈഫ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതൊരു പാക്കറ്റ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് ഒഴിച്ച ശേഷം നന്നായി കുറുകി വന്നപ്പോ അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ വറുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ പായസം ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ്. തേങ്ങാപ്പാല് ചെറുകാൻ മടിയുള്ളവർക്ക് നമുക്ക് ഇതുപോലെ ഗുഡ് ലൈഫിന്റെ പാലും വെച്ചിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാം. പിന്നെ ഒപ്പം തന്നെ ഞാൻ ഗ്യാസ് അടുപ്പൊക്കെ തുടച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ചിക്കുനുള്ള പാർട്സും കൂടി ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ പാർട്സ് അവൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചിക്കു എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലെ പോമറേനിയൻ പട്ടിയാണ് കേട്ടോ.
ഇത്രയും പണികൾ കഴിഞ്ഞപ്പോൾ എന്റെ സെറ്റും മുണ്ടൊക്കെ ഒരു നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് മാറിയിട്ടിട്ട് ഒരു ഫ്രോക്ക് എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ഓണത്തിന്റെ ഫുഡ് കഴിക്കാൻ പോണ്. അപ്പൊ ഞങ്ങൾ ഇലയിലൊക്കെ വിളമ്പിട്ടുണ്ട്. ഞാനും ഏട്ടനും കൂടി ഇലയിൽ വിളമ്പിയ ശേഷം എല്ലാരും കൂടി ഇരുന്ന് കഴിക്കാൻ പോണിട്ടാ. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ വീട്ടില് ഗസ്റ്റ് ഒക്കെ വരുന്നത്. അങ്ങനെ പൊന്നൂസ് ഓണത്തിന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ. ഞാൻ സാരി എടുക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ട് നിൽക്കണം, പുറത്തേക്ക് ഒന്ന് ഇറങ്ങാനുണ്ട്. അപ്പൊ അങ്ങനെ പപ്പടം, ചോറ്, സാമ്പാറ്, അവിയല്, കാബേജ്, മോരുകറി, മോരുകറി കാളൻ, പിന്നെ മത്തങ്ങ എരിശ്ശേരി, ഇസ്റ്റു കറി, അതൊക്കെ ഉണ്ട് കേട്ടാ. അങ്ങനെ അച്ചാറ്, ഇഞ്ചമ്പുളി, പിന്നെ പാലട പായസവും പരിപ്പ് പായസം കേട്ടോ. പാലട ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയത് തന്നെ കേട്ടോ. പാലട എനിക്ക് ഉണ്ടാക്കിയാൽ ശരിയാവില്ല. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ പോകണം. അപ്പൊ എല്ലാവർക്കും സന്തോഷമായിട്ടാ. ഫുഡൊക്കെ നന്നായെന്നാ പറയണത്. തലേദിവസം ചെറുതായിട്ട് മഴ കൊണ്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ തൊണ്ടവേദന ഉണ്ട് കേട്ടോ. അതിന് ചെറിയ ശബ്ദത്തിലായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് ഏട്ടന് ഫുഡ് വാരി കൊടുക്കുന്നതും ഏട്ടന് ഉരുള എനിക്ക് വാരിത്തരുന്ന പതിവാട്ടാ. വിഷുവിന്റെ സമയത്തും ഓണത്തിന്റെ സമയത്തും ഇതുപോലെ എനിക്ക് വാരിത്തരാറുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണ്ട ഞങ്ങൾക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങണമെങ്കിൽ. കാരണം അമ്പലത്തിലേക്ക് പോയിട്ടില്ല, അമ്പലത്തിലേക്ക് പോകാൻ പറ്റിയില്ല, എനിക്ക് കുറച്ച് പണികൾ അധികമുള്ള കാരണം അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. അപ്പൊ ആരും പോയില്ല കേട്ടാ. അപ്പൊ എല്ലാരും എന്റെ വീഡിയോ കാണണം കേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ.